കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുകയാണ് ഗൈസ്, വീട് പണിയുടെ അപ്ഡേറ്റ് എന്തായെന്ന് ഗൈസ്. അങ്ങനെ എടുത്ത് കാണിക്കത്തക്ക അപ്ഡേറ്റുകളിനേക്കാളും കൂടുതൽ വാട്ടർ പ്രൂഫിങ്, ചുമരില് പുട്ടിയടിക്കല്, അങ്ങനെയുള്ള ചേഞ്ചസ് ആണ് ഇപ്പൊ വന്നേക്കുന്നത് അല്ലേ ചാ? അപ്പം നമ്മളൊരു 9 മാസമായിട്ട് വർക്ക് സ്റ്റോപ്പ് ചെയ്തിരിക്കല്ലേ, കല്യാണം പ്രമാണിച്ച്. അതെ 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 അതെ, ഒരു ഡിലേ ആണ്. ഇനി ഫാസ്റ്റ് ആയിട്ട് പൊക്കോളും. അതെ. അപ്പോ ഇവിടെ കുറച്ചുകൂടെ ചേഞ്ചസ് വന്നതിന് ശേഷം ഞാൻ അവിടുത്തെ മാറ്റങ്ങൾ കാണിച്ചു തരാം ഗൈസ്. ഇനി എനിക്ക് തോന്നുന്നു പുട്ടിയിട്ട് ടൈൽസ് ഒക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരുവിധം നമുക്ക് ഐഡിയ കിട്ടും വീട് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പൊ ഇപ്പോ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ബൈ ദ വേ 2 ദിവസമായിട്ട് ഞാനും പക്ഷേ പനിയടിച്ച് ചുരുണ്ടുപോയി ഗൈസ്. അയ്യോ വയറും വയ്യ, മൊത്തത്തില് എന്ത് പറ്റുന്ന ഒരു ഐഡിയ ഇല്ല. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങള് ഇടിവെട്ട് ഏറ്റതുപോലെ 2 ദിവസം കിടപ്പായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വീട് പണിക്ക് വേണ്ടി ബാക്കി തടിയെടുത്തതും കൂടെ കാണിച്ചു തരാം ഗൈസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ എടുത്തത് നമ്മുടെ വീടിന്റെ കട്ടള ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ വീണ്ടും ഞങ്ങൾ പോയി തടിയെടുത്തു. ഇപ്രാവശ്യം ഈ ഇരിക്കുന്ന തടിയൊക്കെ നമ്മുടെ പാളികൾക്ക് വേണ്ടിയിട്ടുള്ള തടി എന്ന് വെച്ചാൽ കാറ്റൊക്കെ കൊള്ളിച്ചിരുത്തിയിരിക്കുന്നത്. ആണാച്ചാ? ഓ, സെറ്റാക്കി എടുത്തല്ലേ? ഇത് തേക്കല്ലേ ചാ? നിങ്ങൾ വിചാരിക്കണ കണക്കല്ലേ ഗൈസ്, ഇതൊരു ഭീമാകാരം തടിയാണത്. അയ്യോ, അപ്പൊ ഇത്രയും തടി എടുത്തല്ലേ? ഇത് എത്ര തടി ഉണ്ട് അച്ഛാ? ഇത് 120 ക്യൂബിക് ഫീറ്റ് തടിയാണ്. 120 ക്യൂബിക് ഫീറ്റ് തടി അല്ലേ? ഇത് പാളിയൊക്കെ എല്ലാം കൂടെ തികയും അല്ലേ? ജനല് എവിടെ? ജനൽ ചട്ടങ്ങളാണല്ലോ, ചട്ടത്തിൽ ഗ്ലാസ് ആണല്ലോ. ഓ, ജനൽ ചട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അത്. ഇതെല്ലാം വാതിൽ പാളികൾക്ക് വേണ്ടിയുള്ളത്. വാതിലിനുള്ള ചട്ടങ്ങൾ ഇതിനകത്തുണ്ട്. ഓ ഓ ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇതാണ് ഗൈസ് നമ്മുടെ തടി അപ്ഡേറ്റ്സ്. ഇതിന്റെ പണി തുടങ്ങും അല്ലെ? ഇതും ഇവിടെ വെച്ച് തന്നെയാണല്ലോ സെറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് തന്നെയാണ് ആച്ചാ? എന്താ പൂള് ചെയ്തപ്പോ ഷട്ടറിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പ്ലഗും തടികളും ഒക്കെയാണ്. ഓ ഓ ഓ, നമ്മൾ പൂള് ചെയ്തപ്പം അതിന്റെ അടിയിൽ താങ്ങാനും മറ്റതിനും കാര്യങ്ങൾക്കൊക്കെ കൊണ്ട് വെച്ചിരുന്ന തടികളാണ് ഗൈസ് ഇവിടെ കൊണ്ട്. ഇതിന് കൊണ്ട് ഉപയോഗമില്ലേ ആച്ചാ? നമ്മള് മറ്റത് ചെയ്ത് കഴിഞ്ഞപ്പോ ഇത് പുതിയതായിട്ട് കെട്ടിയതാണോ ചേ? ഇവിടെ തടിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണോ? ഓ, അത് നമ്മളെ അന്ന് തടി വാഴത്തേൽ ബാക്കിയില്ലേ? അതെവിടെ ഗൈസ്? ഇത് നമ്മള് തൽക്കാലം വെയർ ഹൗസ് ആയിട്ട് യൂസ് ചെയ്യുന്ന വീടാണ് കേട്ടാ. അച്ഛാ ഇതെന്താ വെച്ചാ? ഇത് അതോ? ഓ, ഇത് അതോ വെച്ചാ? അത് ഫ്രിഡ്ജോ? ഫ്രിഡ്ജ് എന്തിന്? മറുവീടും വന്നില്ലേ? വന്നപ്പോ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നതാണ്. ഫ്രിഡ്ജ് കൊണ്ടുവന്നായിരുന്ന? ഞാൻ അറിഞ്ഞില്ല ചാ. ഇത് അവിടെ വെക്കാൻ പറ്റില്ല, ആ സ്ഥലമില്ല. പുതിയ വീട്ടിൽ വെക്കാൻ പറ്റില്ല. ഓ, അതിന് ഇതിന്റെ ഒരു സാധനം കണ്ടുപിടിക്കണം. ഓക്കെ. ഹായ് ഫ്രിഡ്ജ്. ഇതിന്റെ അകത്താണ് ഗൈസ് തടി ഇരിക്കുന്നത്. ആഹാ. അച്ഛാ ഇത് നമുക്കിനി എന്തിനെങ്കിലും ഉപയോഗിക്കാമോ? ഇതെല്ലാം ജനലും വാതിലിനുള്ള ചട്ടങ്ങൾ. ഓ, അപ്പൊ ഇതെല്ലാം കൂടെ ചേർക്കുമ്പോഴായിരിക്കും വീട് തിരിച്ചാവണം അല്ലേ? ബാലൻസ് ആണ്. ഓ ഹോ 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 ഹോ. ഓ, ഇവിടെയൊക്കെ ഉണ്ടല്ലേ? അച്ഛാ എനിക്കൊരു സംശയം, നമ്മൾ ഈ റെഡിമെയ്ഡ് തടി അല്ലെങ്കിൽ കട്ടളപ്പടി എടുക്കുന്നതല്ലേ എപ്പോഴും ലാഭം നമുക്ക്? അല്ലേ? റെഡിമെയ്ഡ് എടുക്കുമ്പോ അവർ ഏത് തടിയാണ് യൂസ് ചെയ്തത്, ഏജ് കുറഞ്ഞ തടി അവര് സീസൺ ചെയ്ത് 110 വർഷം പഴക്കമുള്ള തടിയാണെന്ന് നമുക്ക് തരും. പക്ഷെ ഇവിടെ ആണെങ്കിൽ നമുക്ക് 110 വർഷം പഴക്കം അല്ലെങ്കിൽ 75 വർഷം പഴക്കമുള്ള തടി കൃത്യമായിട്ട് നോക്കിയെടുത്ത് നമുക്ക് കുറച്ച് വേസ്റ്റ് വരും. ആ വേസ്റ്റ് നമുക്ക് വേറെ പലതിനും നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെയാണ് നമുക്ക് കാര്യം. ഇതിന്റെയൊക്കെ ഒരു റീപ്പർ വാങ്ങണമെങ്കിൽ തന്നെ പുറത്തു പോയി വാങ്ങണമെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും. ഇതാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള റീപ്പറും മറ്റു കാര്യങ്ങളും. പിന്നെ ഫ്ലോറ് നമ്മൾ 2 ഫ്ലോറ് 2 റൂമിന്റെ ഫ്ലോർ നമ്മൾ വുഡ് പാനൽ ചെയ്യുന്നുണ്ട്. വുഡ് പാനൽ ചെയ്യുന്നതിന് ഇതിന്റെ പീസസ് എടുത്ത് കട്ട് ചെയ്ത് സെറ്റ് ആക്കാൻ പറ്റുമല്ലേ? അപ്പൊ അതാണ് ഗൈസ് തടി അപ്ഡേറ്റ്സ്. ഇനി അച്ഛൻ ഇവിടെ ഒരു പുതിയ ഓഫീസ് സെറ്റ് ചെയ്ത് അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ബൈ ദ ബൈ ഇതാണ് അച്ഛന്റെ ഇപ്പോഴത്തെ ഓഫീസ്. അച്ഛൻ വീണ്ടും സെറ്റ് ചെയ്തെടുത്തല്ലേ അച്ഛൻ? അയ്യോ, അപ്പം അച്ഛൻ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കണത് ഈ ഓഫീസിൽ ഇരുന്നിട്ടാണ്. കൊള്ളാച്ചാ. ഹായ്, നമ്മൾ തഞ്ചാവൂര് പോയിട്ട് കൊണ്ടുവന്നപ്പോ ഉള്ള ബൊമ്മ. ആ, ടിവിയുടെ അവിടെ ഇരുന്ന് ആറിട്ട് കൊള്ളാച്ചാ. ഫാനൊക്കെ വെച്ച് അടിപൊളി. അച്ഛൻ എന്തായാലും ഒരു ഓഫീസ് വേണമായിരുന്നു, അതിപ്പോ സെറ്റ് ചെയ്തെടുത്തോണ്ട് നന്നായി. അച്ഛൻ ഇന്ന് ഞങ്ങൾ എറണാകുളത്ത് പോവേ. നാളെ ഷൂട്ട് തുടങ്ങും. ഒരാഴ്ച കഴിയുമ്പോ വരാം. ഓക്കെ, പോയാലേ? ഓക്കെ, ഞങ്ങൾ ഇനി വീട്ടിലോട്ടല്ലേ പോണതിന് ഒരു സാധനം കാണിക്കാൻ വിട്ടു. ഇത് ഗ്ലാസ് അല്ലേ?
ഇതൊക്കെ ഇത് ജനൽ പാളികളിൽ വെക്കാനുള്ള ഗ്ലാസ് അല്ല, നമ്മള് ആ ഓരോ വിൻഡോയിലും നമ്മുടെ ഒരു പോർഷൻ ഗ്ലാസ് ആണ്. പാളി കൂടാതെ ഒരു പോർഷൻ ഗ്ലാസ്. അതിന് വേണ്ടിയുള്ള സെന്ററിലൊക്കെ ഇരിക്കുന്ന പോർഷൻ സൈഡിലൊക്കെ ഇരിക്കുന്നത് ഗ്ലാസസ് ആണ്. അപ്പൊ അതിനു വേണ്ടി ഗ്ലാസ് അല്ലേ? ഒരു 8mm ഗ്ലാസ് ആണ്. പിന്നെ ഇത് 8mm ഗ്ലാസ് ആണ്. ഇത് ഹൈറ്റ് നീളം, അതായത് 9 അടി നീളമുള്ള വിൻഡോയാണ്. വലിയ വിൻഡോ ആണല്ലേ? ആ വിൻഡോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗ്ലാസ് ആണ്. അടിപൊളി 8mm ഗ്ലാസ് ആണ്. അടിപൊളി അടിപൊളി. സെയിന്റ് ഗോബൈന്റെ ഗ്ലാസുകളാണ് സുഹൃത്തുക്കളെ കണ്ടത്. എല്ലാം ചെയ്ത എല്ലാം ഐറ്റംസ് ആണ് നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത്. ഇതെന്താ വെച്ചാ? അതെല്ലാം ചെയ്ത ഇത് DB ബോക്സ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്. ഓ, ഇലക്ട്രിസിറ്റിയുടെ ഇലക്ട്രിക്കൽ വേണ്ടിയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് അല്ലേ? ഇതോ? ഈ സാധനം പറഞ്ഞാൽ നമ്മുടെ ബാത്റൂം ഇപ്പൊ വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കുകയാണ്. അതിന് മെഷ് ഇട്ടാണ് വാട്ടർ പ്രൂഫ് ചെയ്യുന്നത്. ഓ, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അല്ലേ? അടിപൊളി. അപ്പൊ ഇങ്ങനെ ഞങ്ങളുടെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇതിന്റെ അകത്തുണ്ടാ ഇതിനകത്ത് പെയിന്റിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങൾ, എക്യുപ്മെന്റ്സ്. ഒരു സൈഡിൽ കൂടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ പ്ലംബിങ്ങിന് വേണ്ടിയുള്ള ഐറ്റംസ്, കോളറിന്റെ സാധനങ്ങളും, പിന്നെ ജാഗറിന്റെ ഇത് നമ്മുടെ ടൂൾസ് ഏരിയ ആണ്. ഒരു വീട് പണി നടത്തുന്നതിന് സാധനം വെക്കാൻ വേറൊരു വീട് എടുക്കേണ്ടി വന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അടിപൊളി സെറ്റ്. ഇനി വീട്ടിലോട്ട് പോട്ടെ ഗൈസ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എന്റെ ഫേവറേറ്റ് ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീ കത്തിക്കണതാണ്. ഈ പയ്യന്മാർക്ക്, എനിക്ക് അറിഞ്ഞൂട്ടോ, പയ്യന്മാർക്ക് അതൊരു പ്രത്യേക ഒരു കൊച്ചിലെ മുതൽ എന്തിലെങ്കിലുമൊക്കെ തീ ഇടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. ഈ സാധനം മരണം വരെ ഞാൻ തീ ഇടാറേ പോവാറില്ലായിരുന്നു. ഇപ്പൊ എന്ത് സുഖം ഗൈസ്, ഇങ്ങനെ ആള് കത്തുന്ന കാണാൻ തന്നെ എന്തൊരു സുഖം. നാട്ടിൽ വരും, 2 ദിവസം അമ്മയുടെ ഫുഡ് കഴിക്കാനുള്ള ഭാഗ്യം കാണും, പിന്നെയും പോകും. അമ്മ ഞങ്ങൾ വീണ്ടും പോവേണം. പോയിട്ട് വരട്ടാ. ഓക്കെ, ഇപ്രാവശ്യത്തെ ട്രിപ്പിലെ അവസാനത്തെ അപ്പവും മുട്ടക്കറിയുമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുട്ടയ്ക്ക് കറിയില്ലല്ലോ അമ്മ, മുട്ടയുടെ അതിപ്രസരമാണല്ലോ. 2 മുട്ടയൊക്കെ കഴിക്കാം. പെരട്ടിന് ടേസ്റ്റ് ആണ്. തണുത്ത ആഹാരം കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. പയ്യൻ വന്ന് പറഞ്ഞിട്ട് പോയില്ലേ ബർത്ത്ഡേ കുട്ടിയുടെ? ഇന്നലെ വന്ന് പോയില്ലടാ. ഇന്നലെ നിന്നെ വന്ന് കണ്ടിട്ട് പോയില്ലേ ഫാമിലി മൊത്തം? മെനിഞ്ഞാന്ന് ബർത്ത്ഡേ വിളിക്കാൻ വന്നില്ലേ? അഭിയും വിഷ്ണു വൈകിയെന്ന് വെച്ചാ അച്ഛനും പോവൂലേ? നാളെയാണ്. അഭി വിഷ്ണു ഷൂട്ടിന് പോവാടാ, അതുകൊണ്ട് എത്താൻ പറ്റില്ല. അച്ഛനും അമ്മയും കൃത്യമായിട്ട് അങ്ങ് എത്തിക്കോളും. ശരി, ഞാൻ അത് മറന്നിരിക്കുന്നു കേട്ടാ. ബർത്ത്ഡേ എന്ന് പറയുന്നത് നിനക്ക് ഒരു ഓർമ്മയില്ലല്ലോ. എനിക്ക് മൊത്തത്തില് കിളി പോയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ അബിയുടെയും നമ്മുടെ വിഷ്ണുവിന്റെ മകൾക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകളും. മോളും 3 വയസ്സാവുകയാണ്. ലവ് യു മക്കളെ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ചേഴ്സ് ടു മുട്ടക്കറിയും. അപ്പോ ഗൈസ് കഴിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് പോണതിന് മുന്നേ ഒരു പാക്കറ്റ്, ഇത് കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇരിക്കണം ഗൈസ്. ഇത് കണ്ടാ ചേട്ടാ പ്ലീസ് അൺബോക്സ് വിത്ത് എ നൈഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതും പിന്നെ ഇത് ഞാൻ ഓർഡർ ചെയ്തൊരു സാധനം. ഇത് അടിപൊളിയാണ്, ഇത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അതിന് മുന്നേ ഇത് ഞാൻ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഇത് എന്തിനാണ് സംഭവം എന്ന്. ഇർഫാൻ റാഷിദ് എസ് സ്കൈലാൻഡ് എന്തിനാണ് സാധനം നോക്കട്ടെ ഗൈസ്. ഓക്കെ ഓക്കെ ഓക്കെ. ബഹുത് ബഡാ പാക്കിംഗ് ഹൈ. ഓയ്യോ ഗൈസ്, അവന്റെ ഭാഗം ഒരു അടിപൊളി കത്തുണ്ട്. കത്ത് ഞാൻ വായിച്ചു തരാം. ഡേ ടു ഡ്രീം മുത്തേ 1 lakh 1 rupee കോയിൻ യൂസ് ചെയ്ത് iPhone 11 എടുത്ത വീഡിയോ മുതൽ കാണാൻ തുടങ്ങിയതാണ് ചേട്ടനെ. അന്ന് എനിക്ക് 12 വയസ്സ്. ഇപ്പോൾ എന്റെ സ്റ്റഡീസ് അല്ലാതെ ഞാൻ ചെറിയ രീതിയിൽ വരയ്ക്കാറുണ്ട്. അറൌണ്ട് 4 years ഞാൻ എന്റെ പേഴ്സണൽ ഇൻസ്റ്റ അക്കൗണ്ടിൽ Irfan_A10_ ആർട്ട് വർക്ക്സ് അപ്ലോഡ് ചെയ്യുമായിരുന്നു. എന്റെ ആർട്ട് വർക്ക്സ് ന്യൂ ആൻഡ് ബിഗ് ഓഡിയൻസിൽ എത്തിക്കാൻ @itsme_oso എന്ന പുതിയ ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങി. ഈ അക്കൗണ്ട് സക്സസ് ആകുമോ ഇല്ലയോ എന്ന് അറിയാതെ എന്റെ ആർട്ട് വർക്ക് കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുമോ എന്ന് ചിന്ത ഉണ്ടായിട്ടും എന്നെ വരയ്ക്കാൻ മോട്ടിവേറ്റ് ആക്കിയ വൺ പീസിലെ ലൂഫിയും ബ്ലാക്ക് ക്ലോവറിലെ അസ്തയും പിന്നെ ചേട്ടന്റെ ഡേ ടു ഡ്രീമുമാണ്. ഇവിടെ മിടുക്ക ഈടോ ഇതെന്താ എഴുതിയേക്കണേ? ഈ ഡമ്മോ ഈസോ ബിഗിനിങ് ആസ് എ ന്യൂ ബിഗിനിങ്. അതുകൊണ്ട് ആസ് എ ന്യൂ ബിഗിനിങ്
ഡേ ടു ഡ്രീം ആണ്. സോ അതുകൊണ്ട് ആസ് എ ന്യൂ ബിഗിനിങ് ഈ പേജിന്റെ ഫസ്റ്റ് കൊറിയർ ചേട്ടനാണ്. ലെറ്ററിന്റെ കൂടെയുള്ള സ്റ്റിക്കേഴ്സിൽ ഉള്ളത് ഓസോ ആണ്. ഐ മെയ്ഡ് ഹിം ഫ്രം മൈ ഫേവറേറ്റ് അനിമൽ ഫോർ ദിസ് അക്കൗണ്ട് ലൈക്ക് യുവർ റൈവൻ. എന്റെ ഡയറിയുടെ പേരാണ് ഗൈസ് റൈവൻ. കൺസിസ്റ്റൻസി, പ്ലാനിങ്, കണ്ടന്റ് അപ്ലോഡിംഗ്, എന്റർടൈൻമെന്റ്, ഫ്രണ്ട്ഷിപ്പ് മേക്കിംഗ്, അങ്ങനെ പലതും ചേട്ടനിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ലഭ്യമത്തെ ചേട്ടൻ ചില സമയത്ത് എടുക്കുന്ന ഷോർട്സ് ആൻഡ് അതിൽ ഇടുന്ന എഫർട്ട് കിടിലമാണ്. ചേട്ടന്റെ എനർജിയുടെ കൂടെ വർഷ ചേച്ചിയും വന്നപ്പോൾ ബ്ലോഗ് കുറച്ചുകൂടെ രസകരമായി. വർഷ ചേച്ചി ഇടയ്ക്കിടെ മാത്രം സംസാരിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഫൺ ടഗ് ആയിരിക്കും. 2 സ്റ്റാർ. നന്ദി. ഈ ലെറ്ററിന്റെ കൂടെയുള്ള പോസ്റ്റേഴ്സ്, ഫ്രെയിംസ് എല്ലാം ഹാൻഡ് ഡ്രോൺ ആണ്, ഡിജിറ്റലി ആൻഡ് പേപ്പർ. ചേട്ടാ ഡു സപ്പോർട്ട് ടു ദിസ് അനിയൻ. ചേട്ടന് നൽകാൻ പറ്റിയ ബെസ്റ്റ് അഡ്വൈസ് എന്തായിരിക്കും? ആൻഡ് താങ്ക് യു ഫോർ ദ എഫേർട്ട് യു ടേക്കിംഗ് ടു എന്റർടൈൻ us. മലയാളം എഴുതുന്നതിൽ ഞാൻ കേമനല്ല. ഐ നോ ദർ ആർ സോ മെനി മിസ്റ്റേക്സ്. സോറി ഫോർ ദാറ്റ്. മുത്തേ, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ചിലപ്പോ കാലങ്ങളോളം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള റിസൾട്ടോ ഔട്ട്പുട്ടോ ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ആ ഫീൽഡിനെ കുറിച്ച്, ആ കിട്ടുന്ന സമയം ആ ഫീൽഡിനെ കുറിച്ചും അതിൽ സക്സസ്ഫുൾ ആയ ആൾക്കാരെ കുറിച്ചും അതിലുള്ള ഭാവി ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് ഒരു സമയം എത്തുമ്പോൾ എവിടെയെങ്കിലും നമുക്കൊരു ബ്രേക്കോ നമുക്കൊരു ട്രൈ ഓഫ് ഹോപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനമോ നമ്മുടെ പാതയിലേക്ക് വന്ന് വീഴും. അപ്പോൾ അതുവരെ കീപ്പ് ഓൺ ട്രൈയിങ്, ഡോണ്ട് ക്വിറ്റ്. അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ അതിന്റെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിരുത്സാഹപ്പെട്ട് പോവരുത്. കീപ് ഗോയിങ് ഫോർവേഡ്. ഇനി നമുക്ക് പെയിന്റിംഗ് നോക്കാം ഗേസ്. ഇനിയുണ്ട് ഗേസ്. നോക്കിയാണ് ഗേസ്. കൊള്ളാല്ലേ ഗേസ്? ഇത് എനിക്ക് തോന്നുന്നു മറ്റേ ഇങ്ങനെ സ്ക്രിബിൾ ആർട്ടോ അങ്ങനെ എന്തോ പേരല്ലേ ഇതിനെ പറയണത്. പക്ഷെ ഞാൻ കുറച്ച് വലിഞ്ഞു പോയ പോലെ ഉണ്ടാ. പക്ഷെ നല്ല ഭംഗിയുണ്ട് മുത്തേ. നിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന നിലയ്ക്ക് അടിപൊളിയായിട്ടുണ്ട്. കീപ് വർക്കിംഗ്, കീപ് ഗോയിങ് ഫോർവേഡ്. അതിന്റെ കൂടെ തന്നെ സുഹൃത്തുക്കളെ, ഇതൊക്കെ ചുമരിലൊട്ടിക്കാൻ പറ്റും. നാമി, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ ഒരു തലേണ ഉണ്ട് ഗൈസ് നാമിയുടെ. കണ്ടാ? അല്ല, ഡിഫറെന്റ് പോസാണ് കേട്ടോ. പക്ഷെ സെയിം ബിക്കിനി അല്ല, 2 ബിക്കിനിയാണ്, വേറെ ബിക്കിനിയാണ്. ഓക്കെ, സാഞ്ചി ഉണ്ട്. ഹായ്. പിന്നെ സോറോ ഡാർക്ക് ലുക്കില് കേട്ടാ ഗൈസ്, നല്ല രസമുണ്ട്. ഇത് 3 എണ്ണം. താങ്ക് യു സോ മച്ച് മുത്തേ. അവന്റെ ഇൻസ്റ്റ ID വലുതായിട്ട് ഇതാണ് ഗൈസ്, അവന്റെ ഇൻസ്റ്റ ID. നിങ്ങൾ ഇതുപോലുള്ള പെയിന്റിങ്സോ അല്ലെങ്കിൽ ആർട്ട് വർക്കോ നോക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മീ ഓസോ എന്ന പേജ് നിങ്ങൾ സന്ദർശിച്ച് നോക്കുക. അവൻ അത്യാവശ്യം എഫർട്ട് എടുത്ത് ചെയ്യുന്ന സാധനങ്ങളാണ്, നമുക്ക് കാണാൻ മനസ്സിലാവും. ഇനിയുണ്ട് ടു സനുബ്രോ. അപ്പൊ ഇത് ഞാൻ ഡയറക്റ്റ് സനുബ്രോയുടെ കയ്യിൽ കൊടുക്കുന്നതായിരിക്കും. ഇത് ടു ആർക്കാണെന്ന് എഴുതിയിട്ടില്ല. അപ്പൊ ഇത് ഞാൻ തന്നെ പൊട്ടിക്കാം. എന്താ പാക്കിംഗ് ആടാ അതിന്റെ. ഇത് ഫ്രെയിമുണ്ട് കേട്ടോ. അയ്യോ എടാ, ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടായിരുന്നു. നീയാണല്ലേ ചെയ്തത്? ഹായ്. ശരിയാണ്, കണ്ട്. ഹായ്, നല്ല രസമുണ്ട്. നോക്കിയ ഞാൻ ലൂഫി ആയിട്ടും ഇത് വർഷ ലൂഫിയുടെ തൊപ്പിയും നമ്മുടെ ജെനിസുവിന്റെ ഉടുപ്പും ഒക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ്. അടിപൊളിയാടാ മുത്തേ. താങ്ക് യു സോ മച്ച്. അടിപൊളി. ഒന്നുകൂടെ ഞാൻ നന്ദി പറയുകയാണ് മുത്തേ. അപ്പോ ഇറ്റ്സ് മീ ഓസോ എന്ന പേജിന് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. ഞാനിത് ഇൻസ്റ്റഗ്രാമിലും ഒരു സ്റ്റോറി ഇട്ട് തരാം. താങ്ക് യു സോ മച്ച്. ഓക്കെ ഗൈസ്, ഇനി ഞാൻ കാത്തിരുന്ന ഒരു പ്രോഡക്റ്റ്, ഈ ആപ്പിൾ ഐഫോൺ എടുക്കുന്നതിന്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്ന് അതിന്റെ മാക്സ് സേഫ് ആയിട്ടുള്ള കോമ്പാക്റ്റബിൾ ആക്സസറീസ് ആണ് ഗൈസ്. ഇപ്പൊ തന്നെ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് അത് എന്നെ എന്തുമാത്രം ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അതിനും മാത്രം ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് യൂസ് വരുന്ന അടുത്ത ഒരു സാധനമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സാധനങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ എയർപോഡ്സ് പ്രോ, പിന്നെ ഒന്ന് നമ്മുടെ ആപ്പിൾ വാച്ച്, പിന്നെ ഒന്ന് നമ്മുടെ ഐഫോൺ. ഇത് 3 ഒന്നിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആക്സസറീസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഇടയായിട്ട് എന്റെ കണ്ണിൽപ്പെട്ട ഒരു കിടുക്കാച്ചി ഐറ്റമാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. ആമസോൺ വഴി ഓർഡർ ചെയ്തതാണ്. കണ്ടോ? ഹായ്. ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കണ്ടേ നോക്കട്ടെ. അതിന് മേളത്തെ സ്റ്റിക്കർ ഉണ്ട് കേസ് തരാം നമുക്ക്. സാറ്റിസ്ഫൈ. എനിക്കൊന്നും തോന്നുന്നില്ല. എങ്ങനെയാടാ നീ? ഓക്കെ എന്തോ പൊട്ടിച്ചെന്നോണം. അയ്യോ അല്ലേ. അൺബോക്സിങ്ങും അല്ലേടാ ഇത് ഇങ്ങനെ എണ്ണെന്ന് തോന്നട്ടാ.
എന്നിട്ടത് തിരിച്ചടയുന്നില്ല ഗൈസ്. നോക്കട്ടെ ഇത് ഞാൻ ഉദ്ദേശിച്ച കണക്ക് ഇത് വരണില്ലല്ലോ ഗൈസ്. ഇതിന്റെ യൂസർ മാനുവൽ എവിടെ ഉണ്ടോ നോക്കട്ടെ. വെറുതെയാണ് ദാണ്ട ഇതിന്റെ ബാക്കില് യൂസർ മാനുവൽ ഉണ്ടായിരുന്നു ഗൈസ്. ഇത് ഇപ്പൊ പറയുന്നത് ടെക്നിക്കലി ഇതിന്റെ ബാക്കിലത്തെ സ്വിച്ച് ഞെക്കുക എന്നാണ്. അപ്പൊ അത് പൊങ്ങും. ഇത് ഞെക്കുമ്പം ഇത് പൊങ്ങണം. ഇത് ഞെക്കുമ്പോ ഒന്നും വരുന്നില്ല. പിന്നെ എന്തിനാ നീ അവിടെ ആരോ എടുത്ത് വെച്ചേക്കണത്? ഇല്ലേ അതിൽ ഞെക്കാനല്ലേ കൊടുത്തേക്കണം. നോക്കിയാടാ ദാണ്ട താഴെ. ഇത് ഞെക്കുമ്പോ അത് വരണം, ഇത് ഞെക്കുമ്പോ ഇത് വരണം. ടെക്നിക്കലി അതാണ് സംഭവം. അത് ഞെക്കിയിട്ടൊന്നും വന്നില്ല ഗൈസ്. ഞാൻ പൊട്ടിക്കോ ഇതെന്ന്? പൊട്ടിച്ചെന്നാണ് എനിക്ക് തോന്നണം. ആണാടാ. അയ്യോ ഒരു അഴുക്ക ചെറുക്കൻ. ഞാൻ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കി. ഡോക്ടർ വാക്കു അതാരാണെന്ന് എനിക്കറിയില്ല ഗൈസ്. അത് ഞങ്ങളതല്ല. അല്ല പിന്നെന്തിനാ ഇവന്മാര് ഞെക്കണന്റെ ഫോട്ടോ എന്താണ് ഗൈസ് പിന്നെ കൊടുത്തിരുന്നത്? ആമസോണിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണോ? അയ്യോ അങ്ങനെ ഉണ്ടാ. മൾട്ടിപ്പിൾ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കിടക്കണം. ഇടാ പറ്റിച്ച വാറന്റി ഉണ്ട് കേട്ടാ. ആക്ടിവേറ്റ് ഡമ്മി പീസാണോ എനിക്ക് തന്നത് ഈശ്വര. അല്ല ഇനി ഇത് കറണ്ടി കൊടുത്താലേ വരുവോളാ. കറണ്ടി കൊടുത്തു നോക്കിയാലോ ഗൈസ്. എന്റെ ബലമായ വിശ്വാസം ഇത് കറണ്ടി കൊടുക്കുമ്പോ ശരിയാവുമെന്നാണ്. ഓ ഷോ ഞാൻ തൊലച്ചില്ല ഗൈസ്, ഞാൻ തൊലച്ചില്ല. മേളത്ത് തന്നെ എങ്ങനെ കറണ്ട് നോക്കിക്കോണ ഞങ്ങള്. ഭയങ്കര സാറ്റിസ്ഫൈങ് ഗൈസ്. ഇതാണ് ഞാൻ ആദ്യം വലിച്ച് പൊളന്നത്. അങ്ങനെ പൊളക്കരുത് കേട്ടോ, പഠിച്ചില്ലേ? ഓ ഞാൻ കാണിച്ചു തരാം ഇനി 3 സാധനം ചാർജ് ചെയ്യണം എങ്ങനെയാണെന്ന്. ഓക്കെ ഇത് കിടക്കാച്ച സാധനം ഗൈസ്. എനിക്കിഷ്ടപ്പെട്ട്. നോക്കട്ടെ ടെക്നിക്കലി ബാക്കിലെ സ്വിച്ച്, ഇവിടത്തെ സ്വിച്ച്, ഇവിടത്തെ സ്വിച്ച്. ഓക്കെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ ബാക്കിലെ സ്വിച്ച് ഞെക്കിയ ഇത് പൊങ്ങി വരും. ഫോൺ എടുക്കുക, ചാർജിങ് കണ്ട. ഇനി നമ്മൾ ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്പിൾ വാച്ച് ചാർജ് ചെയ്യാം. ഒരു ക്യൂബായിട്ട് അങ്ങ് ഇരുന്നോളും കേട്ടോ. ഇനി അടുത്ത ഇവിടെ ഞെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൺ വിളിക്കണം. എന്ത് രസമുള്ള ഏർപ്പാടല്ലേ ഗൈസ്. കിണ്ണം കാച്ചിയ സാധനം. ഇത് മോട്ടർ ഉള്ളത് കൊണ്ട് എത്ര ഡ്യൂറബിൾ ആണെന്ന് എനിക്ക് അറിയുന്നത്. അപ്പൊ അത് ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് പറഞ്ഞുതരാം. പക്ഷെ ആമസോണിൽ ഇതിന്റെ ഇങ്ങനെ സത്യം പറഞ്ഞ ഇത് ഇലക്ട്രോണിക് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. നീ ഇങ്ങനെ തുറക്കുന്നതെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഈ ക്യൂബ് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി വാങ്ങിച്ചതാണ്. അപ്പൊ അതാണ് വേണ്ട എന്ത് ഭംഗിക്ക് ഇത് 3 ഇരുന്ന് ചാർജ് ആവണം നോക്കിയാണ്. ബാഗിന്റെ അകത്തൊരു ക്യൂബായിട്ട് അങ്ങ് എടുത്തിട്ടാൽ മതി. 3 ഒറ്റ സ്ട്രെച്ചിന് അങ്ങ് ചാർജ് ആയിക്കോളും. അപ്പൊ ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ ഗൈസ്. അപ്പോ ഇനി ഓഫ് ടു എറണാകുളം. ലെറ്റ്സ് ഗോ. ബൈ റൂമേ, പോയിട്ട് വരാവേ. ഗോസ്റ്റാപ്പി ടാറ്റ. വന്നിട്ട് നിന്റെ പിള്ളേരെ കാണാൻ പോവാവേ. പോയിട്ട് വരാൻ വീടാ. ലഡു എവിടെ? അവളകത്ത് കിടക്കുകയല്ലേ. അവക്ക് അപ്പുറത്തുണ്ടോ? ഇല്ല തൊടൂല. പോയിട്ട് വരാവേ. ടാറ്റ ലഡൂപ്പി. പോയിട്ട് വരാം. ടാറ്റ ടാറ്റ ടാറ്റ. ഉമ്മ ഒന്നും വെക്കണ്ട. പോയിട്ട് വന്നിട്ടാണാവേ. ടാറ്റ. രാത്രിയുടെ അന്ധകാരത്തിലൂടെ അച്ഛൻ ഞങ്ങളെ നയിച്ചു കൊണ്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. അന്ധകാരത്തിലൂടെ അച്ഛൻ ഞങ്ങളെ നയിച്ചുകൊണ്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഏഞ്ചലും സന്ദീപും പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഗൈസ്. നമുക്കിനി എറണാകുളത്തോട്ട് പോവാം. സന്ദീപേ പോവാടാ. ഐശ്വര്യയുടെ അടുത്ത വണ്ടി. ടാറ്റാ. ഓക്കെ ഞങ്ങൾ ഇറങ്ങുകയായി. വീട്ടിൽ വരും ഇറങ്ങും, വരും ഇറങ്ങും. ഇതാണ് സുഹൃത്തുക്കളെ ഇപ്പൊ നമ്മുടെ പരിപാടി. ഇനി ഓഫ് ടു എറണാകുളം.